നിങ്ങളിത് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ മനുഷ്യന്റെ ജീവന്റെ വിലയുള്ള ഒരു ഉപകരണമാണ് എന്റെ കയ്യിൽ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ അരുൺ സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. മനുഷ്യന്റെ ഹൃദയമെടുപ്പ് നോർമലി ഒരു മിനിറ്റിൽ 60-100 ഇടയ്ക്കാണ് നിൽക്കുക. അപ്പോൾ പലപ്പോഴും ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ സിസ്റ്റമാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിൽ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ പലർക്കും ഹൃദയമെടുപ്പ് വളരെയധികം കുറഞ്ഞു പോകും. കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് നമ്മൾ ഒരാൾക്ക് ഹൃദയമെടുപ്പ് വളരെയധികം കുറയുകയാണെങ്കിൽ മെടുപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ പേസ് മേക്കറായിരുന്നു. നമ്മുടെ തോളിൻ്റെ അവിടെ ചെറിയ ഇതേപോലെ ഒരു മുറിവ് ഉണ്ടാക്കിയിട്ട് ഈ ഒരു ബാറ്ററി, ഇതാണ് അതിൻ്റെ പേസ് മേക്കറിൻ്റെ ബാറ്ററി, ഈ ബാറ്ററി അവിടെ ഘടിപ്പിച്ചിട്ട് ഇവിടുന്ന് നമ്മൾ ഹൃദയത്തിൻ്റെ ഈ ധമനികൾ വഴി, ഇതിനെ നമ്മൾ ലീഡ്സ് എന്ന് പറയും, ഈ ലീഡ് ഈ ധമനികൾ വഴി ഹാർട്ടിനകത്തോട്ട് പോയിട്ട് ഇതവിടെ ഫിക്സ് ചെയ്യുക. പണ്ട് നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഈ പറയുന്ന മെടുപ്പ് കുറയുകയാണെങ്കിൽ ഈ സാധാരണ നമ്മൾ ഇതിനെ കൺവെൻഷണൽ ഡുവൽ ചേംബർ പേസ് മേക്കർ എന്നാണ് പറയുന്നത്, ട്രാൻസ്വീനസ് ഡുവൽ ചേംബർ പേസ് മേക്കർ എന്ന് പറയുന്നത്. അതായിരുന്നു എല്ലാവർക്കും വെച്ചിരുന്നത്. ഇപ്പൊ ഈ കാണുന്ന ഈ ഒരു ചെറിയ ഒരു ഉപകരണമാണ് ഇപ്പോഴത്തെ പേസ് മേക്കർ. നമ്മൾ ഇത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു വൈറ്റമിൻ ക്യാപ്സൂളിന്റെ സൈസ് മാത്രമേ ഉള്ളൂ. ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു മുറിവ് ഉണ്ടാക്കണം, സർജറി വേണം, ഈ ഹാർട്ടിനകത്തോട്ട് ഈ ലീഡ്സ് പോകണം, ഈ വയേഴ്സ് പോകണം. ഇതിൽ ഇപ്പൊ ഈ വെക്കുന്നതിനകത്ത് നമുക്ക് ഇതൊന്നും ആവശ്യമില്ല. ഇതാണ് നമ്മുടെ ഹൃദയത്തിന്റെ മോഡൽ. ഹൃദയത്തിന് മേളത്തെ അറയുണ്ട്, താഴത്തെ അറയുണ്ട്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് തുറന്നിട്ട് കാണിച്ചു തരാം. ഇതിനകത്ത് ഈ ഒരു ക്യാപ്സ്യൂൾ ജസ്റ്റ് നമ്മൾ ആൻജിയോഗ്രാം പോലെ ഹൃദയത്തിനകത്തോട്ട് കൊണ്ടുവന്നിട്ട് ഈ ഹാർട്ടിനകത്തോട്ട് ഇതിൻ്റെ അറ്റത്തൊരു സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂ വെച്ച് ജസ്റ്റ് അവിടെ പിടിപ്പിച്ചാൽ മതി. ഇത് അവിടെ അങ്ങ് ഇരുന്നുള്ളൂ. ഒരിക്കൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് രോഗിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ രോഗിക്ക് മുറിവില്ല, സർജറി ഇല്ല, നെഞ്ചിലൊരു ഇങ്ങനെ ഒരു മുഴ പോലെ മുഴച്ച് നിൽക്കത്തില്ല, പിന്നെ ഉള്ളിൽ വയേഴ്സ് ഇല്ല, ഈ ലീഡ്സ് എന്ന് പറഞ്ഞ സംഭവമില്ല. പിന്നെ ഈ ക്യാപ്സൂൾ പേസ് മേക്കർ ശരിക്കും വന്നിട്ട് തന്നെ ഓൾമോസ്റ്റ് 2017 വന്നതാണ്. പക്ഷെ അന്ന് വന്നപ്പം ഒരു സിംഗിൾ ചേംബർ ക്യാപ്സൂൾ ഉള്ളതാണ്, താഴത്തെ ചേംബറിൽ മാത്രമേ ക്യാപ്സൂൾ ഉള്ളായിരുന്നു. ഇപ്പം നമുക്ക് ഡുവൽ ചേംബർ ആയിട്ട്, ഇതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഡുവൽ ചേംബർ ലീഡ്ലെസ് പേസ് മേക്കർ. നമ്മൾ കാലിനൊരു ചെറിയ കീ ഹോൾ വഴി ഒരു ക്യാപ്സൂൾ മേളത്തെ അറയിൽ ഫിക്സ് ചെയ്തു, ഒരു ക്യാപ്സൂൾ താഴത്തെ അറയിൽ ഫിറ്റ് ചെയ്തു. ഒരേ കീ ഹോൾ വഴി തന്നെ രണ്ടും ഫിക്സ് ചെയ്യാം. ഒരു അരമണിക്കൂർ എടുക്കുന്ന പ്രൊസീജിയറാണ്. അപ്പോൾ നമുക്ക് സർജറി ഒന്നും ആവശ്യമില്ല. ഒരു ചെറിയ ഇഞ്ചക്ഷന്റെ ത്രൂ തന്നെ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 ക്യാപ്സൂൾ വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ അസുഖം ഇല്ലാത്ത ഒരാളുടെ ഹാർട്ട് ബീറ്റ് പോലെ തന്നെ ഈ 2 ക്യാപ്സൂൾ വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് തുടിക്കും. നിങ്ങളിപ്പോൾ ഈ കാണുന്ന പേസ് മേക്കർ ഒരാളുടെ ബോഡിയിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടറെ എത്ര ദിവസം റെസ്റ്റ് എടുക്കേണ്ടി വരും? നോർമൽ ഉള്ള ഒരു സർജിക്കൽ പേസ് മേക്കർ ആണെങ്കിൽ നമ്മൾ ആ മുറിവ് കരിയുന്നവർ, അപ്പോൾ പൊതുവെ ഒരു 2 മുതൽ 3 ആഴ്ച വരെയൊക്കെ ചിലവർക്ക് മുറിവ് കരിയാൻ എടുക്കാം. ഈ പേസ് മേക്കർ ഇൻസ്റ്റാൾ ചെയ്താൽ നമ്മൾ നെക്സ്റ്റ് ഡേ തന്നെ ആളെ നടത്തി സെക്കൻഡ് ഡേ തന്നെ വീട്ടിലോട്ട് പോകാം. ആൻഡ് ഇതിന് ഇൻഫെക്ഷൻ ഉണ്ടാവത്തേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിരിച്ച് നോർമൽ ലൈഫിലോട്ട് വരാം. ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റുട്ടീൻ വീട്ടിലുള്ള അപ്ലയൻസസ് ആയിട്ടോ നമ്മൾ ഈ പറയുന്ന ഇഡിമിന്നലായിട്ടോ MRI സ്കാൻ ആയിട്ടോ ഒന്നും ഇൻട്രാക്ഷൻ ഇല്ല. എല്ലാം കമ്പാറ്റബിൾ ആണ്. നമ്മൾ ഇപ്പോഴത്തെ ഉള്ള എല്ലാ ഗാഡ്ജറ്റ്സുമായിട്ട് കമ്പാറ്റബിൾ ആണ്. ഇതിന് സാധാരണയുള്ള പേസ് മേക്കർ ഹാർട്ട് എത്ര അതിന് യൂസ് ചെയ്യുന്നതനുസരിച്ച് ബാറ്ററി, പക്ഷേ എന്നാലും ഒരു 6 മുതൽ 10 വർഷം വരെ ബാറ്ററി കിട്ടും. ഈ ക്യാപ്സൂൾ പേസ് മേക്കർ ആണ്, ഓൾദോ സൈസ് ചെറുതാണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഒരു സിംഗിൾ ചേംബറിലൊക്കെയാണ് അതിന്റെ ബാറ്ററി ലൈഫ് ഈവൻ 15 മുതൽ 20 വർഷം വരെ നിൽക്കാം. അത്രയും ബാറ്ററി ലൈഫ്, അതായത് ഈ കാണുന്ന ഈ ഒരു ചെറിയ ഉപകരണത്തിന് അത്രയും ബാറ്ററി ലൈഫ് 20 വർഷം വരെ ബാറ്ററി നിൽക്കാം. ഈ ഒരു പേസ് മേക്കറിന്റെ ബാറ്ററി തീർന്നു കഴിയുമ്പോൾ പഴയ പോലെ തന്നെ ഒരു സർജറിയിലൂടെ ഇത് പുറത്തെടുത്തിട്ട് വേണം അതിന്റെ ബാറ്ററി ചേഞ്ച് ചെയ്യാനായിട്ട്. ഡോക്ടറെ, അപ്പോൾ നമ്മുടെ ഈ ഒരു പേസ് മേക്കറിന്റെ ബാറ്ററി ലൈഫ് തീർന്നു കഴിയുമ്പോൾ എങ്ങനെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു? ഈ ഒരു പേസ് മേക്കറിന്റെ ബാറ്ററി കീറിയിട്ട് എടുക്കുക മാത്രമല്ല, ഈ വയേഴ്സ് നമുക്ക് യൂഷ്വലി മാറ്റാൻ പറ്റാറില്ല. ഒരിക്കൽ വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരിക്കുക ചെയ്യുക. ഇപ്പോൾ ഉള്ള ഈ ക്യാപ്സ്യൂളിനുള്ള മേജർ അഡ്വാൻറ്റേജ് ഇത് റിട്രീവബിൾ ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് ബാറ്ററി തീർന്ന ഈ ഒരു ക്യാപ്സ്യൂൾ നമുക്ക് ഇതേ ലാഘവത്തോടെ തന്നെ കീ ഹോൾ വഴി അങ്ങ് എടുക്കാം. ഈ ക്യാപ്സ്യൂൾ ഫുള്ളി എടുത്തിട്ട് പുതിയൊരു ക്യാപ്സ്യൂൾ വെച്ചാൽ മതി. ക്യാപ്സ്യൂളിന് ഈ പറയുന്ന റെസ്ട്രിക്ഷൻസ് ഒന്നും എന്തും ചെയ്യാം, എല്ലാം ചെയ്യാം. ആൻഡ് കോംപ്ലിക്കേഷൻസ് വളരെ കുറവ്. അതുകൊണ്ട് ഈവൻ വളരെയധികം ഏജ് കൂടുതലുള്ളവർ, അവർക്ക് നമുക്ക് പലർക്കും സർജറി ചെയ്യാൻ ഭയങ്കര പേടിയാണ്. റിസ്ക് തന്നെ ഭയങ്കര ഹൈ. അങ്ങനെയുള്ളവർക്കാണ് ആദ്യം നമ്മൾ ക്യാപ്സൂൾ വെച്ച് തുടങ്ങി. നിങ്ങൾക്ക് ഒരു പേസ് മേക്കറിന്റെ ആവശ്യമുണ്ട്, പക്ഷേ പേസ് മേക്കർ വെക്കാൻ വളരെയധികം പേടിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു കാരണവശാലും പേടിക്കേണ്ട. കാരണം അറിഞ്ഞപ്പോൾ തന്നെ നേരെ നമ്മുടെ കോഴിക്കോട് നമ്മുടെ മെറ്റ് ഇന്റർനാഷണൽ കാർഡിയാക് സെന്ററിലേക്ക് ഞാൻ എത്തി. ഈ ഒരു ടെക്നോളജിയെ കുറിച്ച് കൃത്യമായിട്ട് നമ്മുടെ ഡോക്ടറെ അടുത്ത് ചോദിച്ചു. നിങ്ങളിലേക്ക് ഒരു വീഡിയോ കൂടെ ഞാൻ പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. ഇത് നമ്മുടെ പേസ് മേക്കർ വെക്കാൻ ഭയന്നിരിക്കുന്നവർക്കൊക്കെ ഈ ടെക്നോളജി വളരെയധികം യൂസ്ഫുൾ ആവും. ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് 100% ഉപകാരപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. ഈ ഒരു അറിവ് എല്ലാവരിലേക്കും എത്തട്ടെ, അല്ലേ ഡോക്ടറെ? ഡോക്ടർ, അപ്പോൾ താങ്ക് യു.